ദൈവമേ, ഷെഹനാസിന് ഇത്രയും സൗന്ദര്യം എന്തിനു കൊടുത്തു? ആൾക്കാർക്ക് അസൂയ തോന്നുന്ന രീതിയിൽ എന്തിന് ഷെഹനാസിനെ സുന്ദരിയാക്കി? പെട്ടെന്ന് ഈ ഡയലോഗ് കേട്ടപ്പോ എൻ്റെ മനസ്സ് ഒരു 13 വർഷം മുമ്പോട്ട് പോയി. മലയാളി ഹൗസിൽ ഞാൻ ഇതേപോലെ ഡയലോഗ് കേട്ടിട്ടുണ്ട്. തമാശ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഷെഹനാസിന്റെ ഭാഗവും ഷെഹനാസിനെതിരെ നമ്മുടെ നിയാസ് മലബാറി ഉന്നയിച്ച കുറച്ചധികം പ്രസക്തമായ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന്റെ മറുപടി ഷെഹനാസ് പറഞ്ഞില്ല. പക്ഷെ ഷെഹനാസിന് വേണ്ടി ഇന്ദു മേനോൻ അടക്കമുള്ള പ്രമുഖരായ എഴുത്തുകാർ ഷെഹനാസിനോട് സംസാരിച്ചേ പറഞ്ഞു. പിന്നീട് ഒരു കുക്കു എന്ന് പറയുന്ന അഡ്വക്കേറ്റ് അവരടക്കം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫെയർ ആൻഡ് ബാലൻസ്ഡ് ആയിരിക്കണം. ഷെഹനാസിനെതിരെയുള്ള ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ, വാദഗതികൾ പറഞ്ഞു ഷെഹനാസിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് എന്നുള്ളതാണ്. പക്ഷെ ഇതിൽ ഏറ്റവും ഉഗ്രനായി മാറിയത് നമ്മുടെ ഇന്ദു മേനോന്റെ അതിലെ ഒരു വരിയാണ്. അതായത് എന്തുകൊണ്ട് ഷെഹനാസിനെതിരെ ഇത്രയൊക്കെ വരുന്നു എന്നുള്ളത്. അതും കൂടെ ഞാൻ വായിക്കാം. ഇന്ദു മേനോന്റെ അതേപോലെ ഞാൻ വായിക്കുകയാണേ. ഇവിടെ യെസ് ഷെഹനാസിനെതിരെ ഇപ്പോൾ നടക്കുന്ന ഈ സോഷ്യൽ മീഡിയ ആൾക്കൂട്ട ആക്രമണത്തിന് ഒറ്റ കാരണമേ ഉള്ളൂ. അത് അവളുടെ സൗന്ദര്യമാണ്. കുട്ടിക്കാലം മുതൽ തന്നെ ഇത്രയും സുന്ദരമായ മുഖവും മുടിയും കണ്ണുകളും ഉള്ള അവൾക്ക് പുറകെ കോളേജിൽ നടന്നിട്ടുള്ളവരുടെ എണ്ണം എടുക്കാൻ പറ്റില്ല. ഇൻഫിനിറ്റിയാണ്. ഓക്കെ, ശരി. അവൾ ആരുടെയോ പുറകെ നടന്നതായ കഥ പറയുന്നതിന് മുമ്പ് അവളെ പോയി ഒന്ന് നേരിട്ട് കാണുക. അവളുടെ 40കളിൽ അവൾ ഇത്ര സുന്ദരിയാണെങ്കിൽ അവളുടെ കൗമാര യൗവന ആരംഭ കാലങ്ങളിൽ അവൾ എത്ര സുന്ദരിയായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും സാധിക്കില്ല. ഫിൽറ്ററും പുട്ടിയും ഫോട്ടോഷോപ്പും പെയ്തിറങ്ങുന്ന ഫോട്ടോയിൽ കാണുന്ന മനുഷ്യരെ പോലെ അല്ല അവൾ. മറിച്ച് ഒരു മേക്കപ്പും ഇല്ലാതെ, ഒരാട ആഭരണ തോടകളും ഇല്ലാതെ തിളക്കമാർന്ന ഒരു പെൺകുട്ടി നിൽക്കുമ്പോൾ പലർക്കും അവളോട് അസൂയ തോന്നും. സുമുഖനായ പണക്കാരൻ ആയ, സർവോപരി എല്ലാ കാര്യങ്ങൾക്കും പിന്തുണ നൽകുന്നവനുമായ ഭർത്താവും MBBS പഠിക്കുന്ന മിടുക്കിയായ ഒരു കുഞ്ഞുമുള്ള ഭർത്താവ് നിരന്തരം മാലയും വളയും മൂക്കൂത്തിയും വജ്ര നെക്ലേസുകളും വാങ്ങിക്കൊടുക്കുന്ന, മികച്ച പ്രീമിയം കാറുകൾ വാങ്ങിക്കൊടുക്കുന്ന കുറച്ച് ഭാഗ്യവതിയായ ഒരു സ്ത്രീ കൂടിയാണ് അവൾ. അവളോട് നിങ്ങൾക്ക് തോന്നുന്നത് ശുദ്ധ കുശുമ്പാണ്, കുന്നായമ്മയാണ്, കുനിഷ്ടുമാണ്. ഇതിൽ കവിഞ്ഞ് ഇതിലൊരു തേങ്ങയുമില്ല. മനുഷ്യരുടെ അതിഭീകരമായ ജലസി, സെക്ഷൽ ജലസി എന്ന് അതിന്റെ പേര് പറയും എന്ന്. എനിക്കറിയില്ല, നമ്മുടെ നിയാസ് മലബാറിയാണ് ഇതിന് മറുപടി പറയേണ്ടത്. നിയാസ് മലബാറിക്ക് ഷെഹനാസിനോട് അസൂയയാണോ? എനിക്കറിയില്ല. നമുക്കപ്പോ ഇനി വാദഗതികൾ പരിശോധിക്കാം. ഇന്ദു മേനോൻ എന്താ പറയുന്നത്, ആ കുക്കു എന്ന അഡ്വക്കേറ്റും പറയുന്നത് എനിക്കറിയില്ല. അതായത് ഇവർ യഥാർത്ഥത്തിൽ UPSCയുടെ പ്രിലിംസ് ക്ലിയർ ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷെ പ്രിലിംസ് എന്നല്ല ആ ബോർഡിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. UPSC പരീക്ഷ ജയിച്ചു എന്നാണ്. പ്രിലിംസ് എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. ഒരു പക്ഷേ ബെനിഫിറ്റ് ഓഫ് ദി ഡൗട്ട് നമുക്ക് കൊടുക്കാം. അതായത് UPSCയുടെ പ്രിലിംസ് ക്ലിയർ ചെയ്തു എന്നാണ് അവർ പറയുന്നത്. ഇവർ ഒരു ഹിന്ദു പുരുഷനെ വിവാഹം കഴിച്ചു. അങ്ങനെയാണ് പ്രിയ എന്നായത്. പിന്നെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഷെഹനാസിനെതിരായി ഒരാൾ കേസ് കൊടുത്തതായി ഒരു വാർത്ത ഞാൻ കണ്ടു. ഇന്ദു മേനോൻജിയുടെ ഒരു റൈറ്റിംഗ് ആണ്. വ്യാജ പേരിൽ ടിയാരി രേഖകൾ ഉണ്ടാക്കിയതായും തുടങ്ങി പ്രമുഖനായ ലൈംഗിക കുറ്റവാളി, കണ്ടോ അവിടെയാണ് ഇരട്ടത്താപ്പ്. ലൈംഗിക കുറ്റവാളി എന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെ മുദ്രകുത്തി? രാഹുലിനെ ഏതെങ്കിലും കോടതി കുറ്റക്കാരനാണെന്ന് പറഞ്ഞു? പിന്നെ നിങ്ങളല്ലല്ലോ ജഡ്ജി. അപ്പൊ അതുകൊണ്ട് അതാണ് അതിലെ ഇരട്ടത്താപ്പ്. ഞാൻ അടക്കമുള്ള പുരുഷവാദികൾ ഫെയർനെസ് കാണിക്കുന്നുണ്ട്. നമ്മൾ ഷെഹനാസിനെ വിമർശിക്കുമ്പോഴും ബഹുമാനത്തോടെ വിമർശിക്കും, റിനിയെ വിമർശിക്കുമ്പോഴും ബഹുമാനത്തോടെ വിമർശിക്കും. അങ്ങനെ ഇവരെ ബഹുമാനിക്കുന്നതിന് പലപ്പോഴും ചീത്ത വെക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ നിങ്ങൾക്ക് ആ മാന്യതയും മര്യാദയും ഇല്ല രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിക്കുമ്പോൾ എന്ന് നിങ്ങൾ ഓർക്കണം. അത് മനസ്സിലാക്കിയിരുന്നാൽ മതി. അവൾ ഭർത്തൃ വീട്ടിലാണ് താമസിക്കുന്നത്. അവളുടെ പേര് പ്രിയ സജീഷ് എന്നോ പ്രിയമല്ലാത്ത സജീഷ് എന്നോ ചേർക്കാനുള്ള എല്ലാ അവകാശവും അവർക്കുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. പ്രിയ എന്നോ അപ്രിയ എന്നോ സുപ്രിയ എന്നോ ഒക്കെ വിളിക്കാം. പക്ഷേ ലൈസൻസിൽ പ്രിയ സജീഷ് എന്ന് ചേർക്കാനുള്ള റൈറ്റ് ഇല്ല മാഡം. അതായത് നമുക്ക് 2 ID കാർഡ്, ലൈസൻസ് എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് ID കാർഡാണ്. അപ്പൊ ID കാർഡ് നമ്മുടെ നിയാസ് മലബാറിയുടെ മറുപടി തന്നെ വായിക്കാം. തോള് ഭയങ്കര വേദന, കൈ ഭയങ്കര വേദന. എന്നിട്ട് ചെയ്യാന്ന് വിചാരിച്ചത് നല്ല രസകരമായ ഒരു ഡിബേറ്റ് നടക്കുകയാണ്. AR റഹ്മാനെ കുറിച്ച് അദ്ദേഹത്തിന്റെ സ്കൂൾ അഡ്മിഷൻ എക്സ്ട്രാസിൽ ദിലീപ് എന്നാണ് പേര് എന്നതുകൊണ്ട് അദ്ദേഹം ഒരു തട്ടിപ്പുകാരനെന്ന് പ്രചരിപ്പിക്കുന്ന പോലുള്ള കോമഡിയാണ് ഈ വിഷയത്തിലുള്ളത്. അല്ല മാഡം, അത് മാഡത്തിന്റെ അറിവില്ലായ്മയും വിവരമില്ലായ്മയുമാണ്. ഇന്ദു മേനോൻജിയുടെ AR റഹ്മാൻ ഔദ്യോഗികമായി മതം മാറി, ദിലീപ് മാറി AR റഹ്മാൻ എന്ന പേര് സ്വീകരിച്ച അല്ലാ റഖ റഹ്മാനാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഷെഹനാസ് മതം മാറിയോ, ഒഫീഷ്യലി ഗസറ്റിൽ പേര് കൊടുത്തു മാറ്റിയോ? ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ലഭ്യമായ വിവരങ്ങളുള്ളത്.
ഒരുപാട് കഷ്ടപ്പെട്ട് പലയിടങ്ങളിലും പോയി അധ്വാനിച്ച് ചെറുപ്പക്കാരിയായ സുന്ദരിയായ ഒരു ഉമ്മ തൻ്റെ 2 പെൺകുട്ടികളെ വളർത്തിയ കഥയായിട്ടുള്ള കാര്യമായിട്ടല്ല തോന്നുന്നത്. അങ്ങനെയൊക്കെ ആ ഉമ്മ വളർത്തിയിട്ടുണ്ടെങ്കിൽ വലിയ കാര്യം. പിന്നീട് ഇവർ മാറാട് കലാപകാലത്ത് അവിടെ നിന്ന് ഓടിപ്പോയതാണെന്നൊക്കെ പറയുന്നു. അതും എല്ലാ കലാപങ്ങളും വേദനയാണ്, എല്ലാ കലാപങ്ങളും വിഷമമാണ്. അതുകൊണ്ട് അതിനോടൊക്കെ എല്ലാ വിധത്തിലും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു. അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. അത്തരം കാര്യങ്ങൾക്കൊന്നും യാതൊരു തർക്കവും കാര്യങ്ങളും ഇല്ല. അപ്പം ബേസിക്കലി ഈ പേരെന്ന് പറയുന്നത് ഒരു വിളിപ്പേരാണ് എന്നുള്ളതാണ് ഇവരുടെ ആർഗ്യുമെന്റ് അല്ലെങ്കിൽ വാദഗതി, അവർ മുമ്പോട്ട് വെക്കുന്ന ആശയം. ഇതാണ് യഥാർത്ഥത്തിൽ. പിന്നെ അഡ്വക്കേറ്റ് കുക്കു ദേവകി എന്ന് പറയുന്ന ഈ അഡ്വക്കേറ്റും ഷെഹനാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് പോസ്റ്റ് പോയാ ഒരുപാട് പോസ്റ്റ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇടുന്നോണ്ട് ഞാൻ ആ പോസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു സെക്കൻഡ് ഞാൻ നോക്കട്ടെ. ഒരു ദിവസം 10 പോസ്റ്റ് ഒക്കെ ഇടുന്ന സ്ത്രീയാണെന്ന് തോന്നുന്നു. മാറാട് കലാപം നടന്ന ബീച്ചിനടുത്തായിരുന്നു ഷെഹനാസ് ജീവിച്ചത്. കലാപകാലത്ത് 7ലോ 8ലോ ആണ് പഠിക്കുന്നത്. അതിൻ്റെ തന്നെ പ്രായത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. അതായത് 86-ലാണ് ഷെഹനാസ് ജനിച്ചതെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് 7ലോ 8ലോ ആ സമയത്ത് മാറാട് കലാപകാലത്ത് ജീവിക്കുക എന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം. മാറാട് കലാപം യഥാർത്ഥത്തിൽ 2002-ലാണ്. അങ്ങനെയാണെങ്കിൽ ഷെഹനാസിന് അപ്പം വരേണ്ട പ്രായം 16 അങ്ങനെയാണെങ്കിൽ 11ാം ക്ലാസ്സിലും എന്തോ ആണ് പഠിക്കേണ്ടത്. ഒരുപക്ഷെ പ്രായം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ മാറിപ്പോയതായിരിക്കാൻ സാധ്യതയില്ലാതില്ല. പിന്നെ ആ ഉമ്മ ഡിവോഴ്സിയാണ്. 2 പെൺമക്കളെ വളർത്താനായി ഖത്തറിൽ ഹോം മെയ്ഡായി ജോലി ചെയ്തിട്ടുണ്ട്. ആ ഉമ്മയ്ക്ക് പ്രണാമം അർപ്പിക്കുന്നു. ഉമ്മ അടക്കമുള്ള എല്ലാവരും, അങ്ങനെ ഫൈറ്റ് ചെയ്ത് വളർത്തുന്നവർക്ക് സല്യൂട്ട്, പ്രണാമം. ഗുരുവായൂരപ്പൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് IASന്റെ പ്രിലിംസ് എക്സാം ക്വാളിഫൈ ചെയ്തപ്പോൾ അവിടെ ഒരു ആദരവ് കൊടുത്തത്. പ്രിലിംസ് എക്സാംസിന്റെ എന്ന വാദമാണ്. ശരിയായിരിക്കും അല്ലായിരിക്കും കേട്ടോ, എനിക്കറിയില്ല. MBBSന് പഠിക്കുന്ന ഒരു മകൾ ഷെഹനാസിനുണ്ട്. ആ മകൾക്ക് സല്യൂട്ട്. നല്ല ഡോക്ടറായി വളർന്നു വരിക, അതൊക്കെ സന്തോഷം. ഷെഹനാസ് പിന്നെ ഷെഹനാസിനോടുള്ള അസൂയാണ്. അതായത് എന്തായാലും ഒരു സ്ത്രീ പബ്ലിക്കേഷന്റെ ഇടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതും അവർ ചിലതൊക്കെ വിളിച്ചു പറയുന്നു എന്നുള്ളത് പുരുഷ ലോകത്തിന് രുചിക്കുന്നില്ല. അതാണ് ഷെഹനാസിനെ കുറിച്ച് അവർ പറയുന്നത്. അപ്പൊ നമുക്ക് നിയാസ് മലബാറിയുടെ വാദം കൂടെ നോക്കാം. നമ്മൾ ഷെഹനാസിന്റെ വാദം പ്രസന്റ് ചെയ്തു. നിയാസിന്റെ ആ വാദം എന്താണ് എന്നും കൂടെ നമുക്ക് നോക്കാം. എനിക്ക് നിയാസിന്റെ പോസ്റ്റുകൾ വളരെ കാര്യമായിട്ട് ഇഷ്ടപ്പെടുന്നു. ഞാൻ നിയാസിന്റെ പോസ്റ്റുകൾ കാര്യമായി നോക്കുന്നുണ്ട്. നിയാസിന്റെ പോസ്റ്റ്, അവർ മതം മാറുകയോ പേര് മാറ്റുകയോ ചെയ്യട്ടെ, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം മാഡം. ഓരോ വ്യക്തി പാസ്പോർട്ടിലും കമ്പനിയിലും ഷെഹനാസ് ആകുന്നത്, ഒരേ വ്യക്തി പാസ്പോർട്ടിലും കമ്പനിയിലും ഷെഹനാസ് ആകുന്നതും ഡ്രൈവിംഗ് ലൈസൻസ്, വണ്ടിയുടെ RC, GPay എന്നിവയിലൊക്കെ പ്രിയ ആകുന്നതും എങ്ങനെയാണ്? പോസ്റ്റ് വായിച്ചപ്പോൾ രസം തോന്നിയ അതല്ല, അവരുടെ സൗന്ദര്യത്തിലുള്ള കുശുമ്പാണ് ആരോപണത്തിലെന്ന ഭാഗമാണ്. അപ്പൊ എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട്, എങ്ങനെയാണ് ഈ ഷെഹനാസിന്റെ സൗന്ദര്യത്തിന്റെ കുശുമ്പ് നിയാസ് മലബാറിക്ക് വരുന്നത് എന്ന്. ഇന്ന് നിയാസ് മലബാറി 2 മണിക്കൂർ മുമ്പ് ഇനിയും മറുപടി ലഭിക്കാത്ത 4 അധ്യായങ്ങൾ എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കൊള്ളാം, നിയാസ് മലബാറി ആള് കൊള്ളാം. നിയാസ് മലബാറി പറയുന്നത് വ്യാജ IAS എന്നുള്ള കാര്യമാണ്. അതിന്റെ മറുപടിയായിട്ട് ഷെഹനാസ് ഒന്നും പറഞ്ഞില്ല. ഞാൻ മനോരമയിലിരുന്ന് ഈ വിഷയം ഉന്നയിച്ചപ്പോഴും ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഉന്നയിച്ചത്. ഷെഹനാസിനെ വ്യക്തിപരമായി കടന്നാക്രമിക്കേണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ അപ്പോഴും ഷെഹനാസ് മറുപടി പറഞ്ഞില്ല. ഇനിയും പ്രിലിംസ് ക്വാളിഫൈ ചെയ്താണോ തുടങ്ങിയ കാര്യങ്ങൾ അറിയില്ല. ഷെഹനാസ് പറയട്ടെ. 2, നിയാസ് മലബാറി പറയുന്നത് സ്വന്തം മകളെ പ്രസവത്തിൽ മരിച്ചുപോയ സഹോദരിയുടെ മകളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വേറെ ആളുകളുമായി പ്രണയത്തിലാകുക, ജീവിച്ചിരിക്കുന്ന സഹോദരിയെ കുറിച്ചുള്ള ആ കള്ളക്കഥ ഇപ്പോഴും ആവർത്തിക്കൽ. അങ്ങനെ ഷെഹനാസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഷെഹനാസ് തന്നെ പറയട്ടെ, അല്ലെങ്കിൽ ഷെഹനാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇന്ദു മേനോനോ കുക്കുവോ ഒക്കെ പറയട്ടെ. വ്യാജ പേരിലുള്ള സർക്കാർ തിരിച്ചറിയൽ കാർഡുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ, അത് വളരെ പ്രസക്തമായ ഒരു പോയിന്റാണ്. എനിക്ക് തോന്നുന്നു ഇതിൽ ഏറ്റവും പ്രസക്തം 3ാമത്തെ പോയിന്റാണ്. ബാക്കി എല്ലാ പോയിന്റും തീർച്ചയായും മറുപടി പറയേണ്ടതാണ്. പക്ഷേ ഈ 2 തിരിച്ചറിയൽ കാർഡ് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് പറയുക. പിന്നീട് ഒരു ആരോപണം കൂടെ ഉന്നയിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല, കല്യാണത്തിന് മുമ്പ് ഒരു ബന്ധം ഉണ്ടായതിൽ കുട്ടി ഉണ്ടായി എന്നൊക്കെ കാര്യം, ആ കാലത്തിന്റെ ഏജിന്റെ സാധനമാണോ എന്നറിയില്ല. ഒരു പക്ഷേ മുസ്ലിം പെൺകുട്ടികൾക്ക് പ്രായപൂർത്തിയാണ്, 18 ആവണമെന്നില്ല നമ്മുടെ നാട്ടിലെ നിയമമൊക്കെ വെച്ച്, അതുകൊണ്ടായിരിക്കും. പക്ഷേ ഇതിൽ ഏറ്റവും റൈസ് ചെയ്ത ഇമ്പോർട്ടന്റ് പോയിന്റ്, എങ്ങനെയാണ് ഒരാൾക്ക് പാസ്പോർട്ടിൽ ഒരു പേര്, ഡ്രൈവിംഗ് ലൈസൻസിൽ വേറൊരു പേര്? ആ ചോദ്യത്തിന് മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല. ആ ചോദ്യത്തിന് മറുപടി നമ്മുടെ ഷെഹനാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇന്ദു മേനോനോ അല്ലെങ്കിൽ കുക്കുവോ ഒക്കെ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് മറുപടിയാണെങ്കിലും ആ മറുപടിയും ഫെയർ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അങ്ങനെ ഫെയർ ആൻഡ് ബാലൻസ്ഡ് ആയിരിക്കണം നമ്മൾ പുരുഷന്മാർ എന്നുള്ളതാണ് എൻ്റെ വ്യക്തമായ ബോധ്യം. ഗോഡ് ബ്ലെസ്.